മഴക്കാലമാണ്, അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പുള്ള സമയമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗ്സിൻ്റെ കോട്ടിന് ഈ സമയത്ത് ഒരു ഇത്തിരി കൂടുതൽ കെയർ വേണേ. അതായത് നമുക്ക് മഴക്കാലത്ത് പുറത്തിറങ്ങുമ്പോൾ ശരീരം നനയാനും ചെളി പറ്റാനും സാധ്യത കൂടുതലാണല്ലേ. രോമം ചെറുതായിട്ടൊന്ന് നനഞ്ഞാൽ തന്നെ അപ്പം തന്നെ ജട പിടിക്കുകയും ചെയ്യും. അപ്പോൾ ദിവസവും കോമ്പ് ചെയ്താൽ ഈ കെട്ടുകൾ വരാതെ നമുക്ക് നോക്കാൻ പറ്റുമേ. പിന്നെ അന്തരീക്ഷത്തിലെ ഈർപ്പം കാരണം രോമത്തിനിടയിൽ ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ പോലുള്ള ഇൻഫെക്ഷൻസ് വരാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഡെയിലി കോമ്പ് ചെയ്യുമ്പോൾ രോമത്തിലേക്ക് നല്ലപോലെ കാറ്റ് കയറുകയും ചർമ്മം എപ്പോഴും ഡ്രൈ ആയിരിക്കാനും അത് സഹായിക്കും കേട്ടോ. പിന്നെ ടിക്ക് ആൻഡ് ഫ്ലീ നിങ്ങൾക്ക് തന്നെ അറിയാം, ടിക്സിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. ദിവസവും നന്നായി ചെയ്യി നോക്കുമ്പോൾ ഇവയുടെ ഒരു സാന്നിധ്യം നമുക്ക് തുടക്കത്തിലേ കണ്ടെത്താനും ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പറ്റും. പിന്നെ ഡെഡ് ഹെയർ കോട്ടിൽ തന്നെ തങ്ങി നിൽക്കുന്നത് ചൊറിച്ചിലിനും മറ്റ് അസ്വസ്ഥതകൾക്കൊക്കെ കാരണമാകുമല്ലോ. അപ്പോൾ നമ്മൾ ഡെയിലി കോമ്പ് ചെയ്യുമ്പോൾ ഈ ഡെഡ് ഹെയർ ഒക്കെ മാറി കോട്ട് നല്ല ഹെൽത്തി ആയിരിക്കും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഡെയിലി കോമ്പ് ചെയ്യുമ്പോൾ ഇവരുമായിട്ടൊരു ബോണ്ടിങ് ടൈം, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ദിവസവും നമുക്കൊരു നല്ലൊരു ക്വാളിറ്റി ടൈം ഉണ്ടാവും.